ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ഫോറം പ്രതിനിധി RS ശശികുമാർ കൂട്ടിൽ ഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ശശികുമാർ, ഇതിലിപ്പോൾ ഗവർണറുടെ ഇങ്ങനെ ഒരു നിർദ്ദേശത്തെ ഉത്തരവിനെ തെറ്റായി കാണേണ്ടതില്ല എന്നുള്ളതാണ് ജ്യോതികുമാർ ചാമക്കാലയൊക്കെ പറയുന്നത്. കാരണം ഇത് സ്വന്തം നിലക്ക് അങ്ങനെ സ്വന്തം നിലക്കായി തന്നെ കാണേണ്ട ഒരു പണവിനിയോഗമാണ്. ആ പണം തിരിച്ചടക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ ഗവർണർ സർക്കാർ ഫൈറ്റിൽ ഈ VC-മാർ ഇരകളായി പോവുകയാണെന്നൊരു തോന്നലുണ്ടോ? അല്ല, ഇത് ഗവർണറും VC-യുമായിട്ടുള്ള തർക്കത്തിന്റെ വിഷയമല്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ചിലപ്പോൾ അയാളുടെ പ്രൊമോഷനെതിരെ അല്ലെങ്കിൽ നിയമത്തിനെതിരെ കേസ് വന്നാൽ, അല്ലെങ്കിൽ അയാൾക്ക് ഒരു ശിക്ഷ നടപടി വന്നാൽ, ആ നടപടിക്കെതിരെ ആ സർക്കാർ ഉദ്യോഗസ്ഥനെ കോടതിയെ സമീപിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശമുണ്ട്. പക്ഷേ അതിന്റെ ചെലവ് സർക്കാർ ഫണ്ടിൽ ചെലവാക്കുന്നതിന് ഏത് നിയമം അനുവദിക്കുന്നുണ്ട്? അതേപോലെ ചാൻസലർ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദി യൂണിവേഴ്സിറ്റിയാണ്. ഹെഡ് ഓഫ് ദി യൂണിവേഴ്സിറ്റി സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർമാർ ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല, അവരുടെ നിയമനം അസാധുവാണെന്ന് പ്രഖ്യാപിച്ചാൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള അധികാരവും അവകാശവും വൈസ് ചാൻസലർക്കുണ്ട്. പക്ഷേ അത് വ്യക്തിപരമായ നിലയിലേ ചെയ്യാൻ പാടുള്ളൂ. അത് നീതിക്ക് നിരക്കുന്നതാണോ? പക്ഷെ അതിനു വേണ്ട ചെലവ് ലക്ഷങ്ങൾ, 1,13,00,000 രൂപ സർവകലാശാലയുടെ നോൺ പ്ലാൻ ഫണ്ടിൽ നിന്നെടുത്ത് വളരെ സീനിയർ ആയിട്ടുള്ള KK വേണുഗോപാൽ ഉൾപ്പെടെ ഉള്ളവരെ കൊണ്ട് സുപ്രീം കോടതിയിൽ വാദിച്ചിട്ട് പോലും 2 കേസും, കുഫോസിലെ കേസും അതേപോലെ തന്നെ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ രവീന്ദ്രനും പരാജയപ്പെട്ടു. അപ്പൊ ഗവർണർ വിട്ട ഉത്തരവിനെതിരെ യൂണിവേഴ്സിറ്റിയുടെ ഫണ്ടെടുത്ത് കേസ് നടത്തുകയും കേസ് ജയിക്കുകയോ തോക്കുകയോ ചെയ്യട്ടെ, അങ്ങനെ കൊടുക്കാൻ അവകാശമുണ്ടെങ്കിൽ അത് അയാളുടെ പേഴ്സണൽ ലയബിലിറ്റിയാണ്. ഇത് അധികാര ദുർവിനിയോഗമാണ്, ഇത് നെപ്പോട്ടിസമാണ്, ഫേവറിറ്റിസമാണ്. അത് VC ചെയ്താലും അല്ലെങ്കിൽ VC-ക്ക് വേണ്ടി ആ തുക സിൻഡിക്കേറ്റ് അനുവദിച്ചാലും VC-യും സിൻഡിക്കേറ്റും ഒന്നുപോലെ ഉത്തരവാദികളാണ്. പക്ഷേ ഹെഡ് ഓഫ് ദി സിൻഡിക്കേറ്റ് എന്ന നിലയിൽ വൈസ് ചാൻസലറാണ് റെസ്പോൺസിബിൾ. അതുകൊണ്ട് ആ പണം അവരിൽ തിരിച്ചു വാങ്ങിച്ച് യൂണിവേഴ്സിറ്റി ഫണ്ടിൽ അടയ്ക്കണമെന്നുള്ള ഗവർണറുടെ തീരുമാനം 100% ജുഡീഷ്യസ് ആണ്, വ്യക്തമാണ്.